അറവുശാലകൾക്ക് മറവിലെ കേന്ദ്രത്തിന്റെ ഒളിയമ്പ് ചർച്ച ചെയ്യാം നമുക്ക്. കേന്ദ്രത്തിന്റെ ഈ നീക്കത്തിനെതിരെ സംസ്ഥാനം പ്രതിരോധം തീർക്കുന്നു. പോത്തിനെ പഴിചാരി വഴിപോക്കനെ തല്ലാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിന് ഇങ്ങ് ദക്ഷിണേന്ത്യയിലെ സർക്കാർ തിരിച്ചടി നൽകുന്നുവോ? പിണറായി വിജയൻ സർക്കാർ പറയുന്നു, കഴിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ നിശ്ചയിക്കേണ്ടെന്ന്. കാലിച്ചന്തയിലെ വിലക്ക് ഫെഡറൽ ഘടനയെ പിടിച്ചുലയ്ക്കുന്നുവോ? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ പൊളിച്ചെഴുത്തിലേക്കും മറ്റൊരു രാഷ്ട്രീയ പ്രതലത്തിലേക്കും വഴിമാറുമോ ബീഫ്? അടിയന്തരാവസ്ഥ വിരുദ്ധ വിശാല സഖ്യം രൂപപ്പെട്ടതുപോലെ പ്രതിപക്ഷ കക്ഷികളുടെ ഏകീകരണത്തിലേക്ക് ഇത് പോകുമോ? നിരന്തരമായി സുപ്രീം കോടതിയെയും ഭരണഘടനയെയും ലംഘിക്കാനുള്ള മോഡിയുടെ അമിതോത്സുകതയ്ക്ക് ഇവിടെ തിരിച്ചടി ലഭിക്കുമോ? ഗ്രാമീണ കർഷകന്റെ വയറ്റത്തടിച്ച് കോർപ്പറേറ്റ് മാംസ വ്യാപാരികൾക്ക് തീരെഴുതാനുള്ള മോഡിയുടെ തന്ത്രം രാജ്യം തിരിച്ചറിയുമോ? നിയമം നിർമ്മിക്കാനുള്ള സംസ്ഥാനത്തിന്റെ നീക്കം ഏതൊക്കെ തലങ്ങളിൽ വിജയക്കൊടി പാറിക്കുന്നതാണ്? ചർച്ച ചെയ്യാം നമുക്ക്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, BRM ഷഫീർ, രാധാകൃഷ്ണ മേനോൻ, അഡ്വക്കേറ്റ് അഭിലാഷ്, അഡ്വക്കേറ്റ് ഉദയഭാനു, പിന്നീട് മിനിസ്റ്റർ K. രാജു എന്നിവരും നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കും. കന്നുകാലികളുടെ വിപണനവും കശാപ്പും നിരോധിച്ച വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ നിയമയുദ്ധത്തിന് ഒരുങ്ങുകയാണ് കേരള സംസ്ഥാനം. കേന്ദ്ര നിയമം ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുന്നതും നിയമനിർമ്മാണവും അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് കേരളം ആലോചിക്കുന്നത്. സർവകക്ഷി യോഗം വിളിക്കുന്ന കാര്യത്തിൽ നാളെ സർക്കാർ തീരുമാനമെടുക്കും. കേരളീയരുടെ ഭക്ഷണകാര്യം കേരളീയർ തന്നെ തീരുമാനിക്കും, മറ്റാരും തീരുമാനിക്കേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അസന്നിഗ്ധമായി പറയുകയും ചെയ്തു. അത് വെളിവാക്കുന്ന രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ മണ്ഡലത്തിൽ നിന്ന് തന്നെ ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. ആദ്യം ശ്രീ രാധാകൃഷ്ണ മേനോനിലേക്ക്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഒരു പക്ഷേ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഈ ആഴ്ചയ്ക്കുള്ളിൽ സർവകക്ഷി യോഗം വിളിക്കും. അതായത് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ബോധ്യമായ സാഹചര്യത്തിൽ നിയമനിർമ്മാണം നടത്തും, കോടതിയിൽ അതിനെ വെച്ച് ചോദ്യം ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ BJP എന്ത് തീരുമാനമായിരിക്കും സർവകക്ഷി യോഗത്തിൽ എടുക്കുക? സർവകക്ഷി യോഗത്തിന്റെ അജണ്ട വരട്ടെ. എന്താണ് സർവകക്ഷി യോഗത്തിൽ ഇതാണ് അജണ്ട. നമുക്ക് മുൻകൂട്ടി ചർച്ച ചെയ്യാം, അത്രയ്ക്ക് ആധികാരികമാകേണ്ടല്ലോ. അല്ല, അങ്ങല്ലല്ലോ ഇത് അതല്ല സർ. ഗവൺമെന്റ് ചർച്ച ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു അജണ്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയാണല്ലോ യോഗം വിളിക്കുന്നത്. അതിപ്പോൾ കൈരളി TV മുൻകൂട്ടി പറയുന്ന ഒരു അജണ്ടയാകണം എന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രി അത് രേഖാമൂലം തന്നെങ്കിൽ മാത്രമേ എന്ത് അജണ്ടയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJPക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അതിനുശേഷമേ അങ്ങനെയാണെങ്കിൽ നമുക്കത് വിടാം. താങ്കൾ അങ്ങനെ ഒരു തർക്കശാസ്ത്രത്തിൽ പിടിക്കേണ്ട. അതായത് കേന്ദ്രം ഇത്തരത്തിൽ 23-ാം തീയതി ഇറക്കിയ ഈ ഒരു വിജ്ഞാപനം, ഈ ഒരു ഉത്തരവിനെ അതിജീവിക്കാൻ നിയമനിർമ്മാണം നടത്തും, നിയമപരമായി നേരിടും എന്ന സംസ്ഥാനത്തിന്റെ വാദത്തെ എങ്ങനെ BJP കാണുന്നു? അത് പറയാമല്ലോ. അല്ലേ, നമ്മുടെ രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റാണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നതും സംസ്ഥാനത്ത് ഭരിക്കുന്നതും. അതിന് ഫെഡറൽ സംവിധാനത്തിന് കീഴിൽ സംസ്ഥാന സബ്ജക്റ്റ് ഉണ്ട്, കേന്ദ്ര സബ്ജക്റ്റ് ഉണ്ട്, കൺകറന്റ് സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അതേ സംബന്ധിച്ച് ഓരോ വിഷയത്തിലും നിയമമുണ്ടാക്കാനും ചട്ടമുണ്ടാക്കാനും നടപ്പാക്കാനും ഒക്കെ എങ്ങനെ വേണം എന്ന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഭരണഘടനയുടെ പരിധിയിൽ നിന്നുകൊണ്ടല്ലാതെ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ ഈ കാര്യത്തിൽ ഒരു നിലപാടും എടുക്കില്ല, BJP എന്ന രാഷ്ട്രീയ പാർട്ടിയും എടുക്കില്ല. ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ മാത്രമേ അക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ. ഫെഡറൽ സംവിധാനത്തിന് കീഴിൽ സംസ്ഥാനത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനത്തെ കേന്ദ്രത്തിന് പ്രത്യേക നിയമനിർമ്മാണത്തിന് അധികാരമില്ലാത്ത വിഷയമാണെങ്കിൽ ഒരു കാരണവശാലും കേന്ദ്രം ആ വിഷയത്തിൽ നിയമം ഉണ്ടാക്കാൻ നിൽക്കില്ല. അല്ലെങ്കിൽ സംസ്ഥാനം ഉണ്ടാക്കുന്ന നിയമമായിരിക്കും നടപ്പാവുക. അത് നമുക്ക് തർക്കിക്കേണ്ട വിഷയമേ ഇല്ല അങ്ങനെ വന്നാൽ. പക്ഷെ അതല്ലാതെ ഇപ്പോ സംസ്ഥാനത്തിന് അധികാരമില്ലാത്ത വിഷയത്തിലാണ് സംസ്ഥാനം നിയമം ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ അപ്പോൾ അതേക്കുറിച്ചിട്ട് അതനുസരിച്ചിട്ടുള്ള നിലപാടായിരിക്കും എടുക്കുക. ഇപ്പൊ പരിസ്ഥിതി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ പരിസ്ഥിതി വകുപ്പിന്
ഈ അനിമൽ ഹസ്ബൻഡറി ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണോ, സെൻട്രൽ ലിസ്റ്റിലാണോ, കൺകറന്റ് ലിസ്റ്റിലാണോ? അനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ വിഷയമാണ്. PCA ആക്ട് 1960 പറയുന്നു, ഡസ് നോട്ട് പ്രൊഹിബിറ്റ് സ്ലോട്ടർ ഓഫ് അനിമൽസ് ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ. സെക്ഷൻ 11(3)(e. ഭരണഘടന പറയുമ്പോൾ ഇതൊക്കെ ലംഘിക്കുന്നതാണ് വിജ്ഞാപനമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. വീണ്ടും നമ്മളത് ചർച്ച ചെയ്യുന്നത് ഒരു പക്ഷേ ബോറാകും. അങ്ങനെയാണെങ്കിൽ ചർച്ചയ്ക്ക് ബാക്കിയായ പത്രങ്ങളിലേക്ക് നമുക്ക് നീങ്ങും. ആ വിജ്ഞാപനം അനുസരിച്ച് ഒരിക്കലും സ്ലോട്ടർ നിരോധിച്ചിട്ടില്ല, സ്ലോട്ടർ ഹൗസ് നിരോധിച്ചിട്ടില്ല. ഇവിടെ അത് സംബന്ധിച്ചിട്ടുള്ള അവിടെ നിശ്ചയിക്കപ്പെട്ട മാർക്കറ്റിൽ വെച്ച് ഈ ആവശ്യത്തിന് വേണ്ടിയുള്ള വ്യാപാരത്തെ, കാരണം മാർക്കറ്റിനെ ഉപയോഗിക്കുന്നത് കൊല്ലാൻ വേണ്ടിയുള്ള ഈ ആനിമൽസിനെ വിൽക്കാൻ വേണ്ടി ആവരുത് എന്ന് പറഞ്ഞാൽ ആനിമൽസിനെ കൊല്ലാൻ വേണ്ടി വിൽക്കരുത് എന്നർത്ഥമാക്കണ്ട. അത് അവിടെ വെച്ച് പാടില്ല എന്നല്ലേ ആ നിയമം. അതിനപ്പുറത്ത് അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇത് ആളുകളുടെ അടുക്കളയിൽ പോകുന്നു, ബീഫ് നിരോധിക്കുന്നു എന്നെല്ലാമുള്ള പ്രചരണം നമ്മളുടെ ചില മാധ്യമങ്ങളോ ശ്രീ രാധാകൃഷ്ണ മേനോൻ താങ്കൾ തന്നെ പറഞ്ഞു അറവ് നിരോധിച്ചിട്ടില്ല. ശ്രീ രാധാകൃഷ്ണ മേനോൻ താങ്കൾ തന്നെ പറഞ്ഞു അറുക്കുന്നത് സ്ലോട്ടർ ചെയ്യുന്നതിനെ നിരോധിച്ചിട്ടില്ല എന്ന് താങ്കൾ തന്നെ പറയുന്നു. പക്ഷേ അതിനായി മാർക്കറ്റിനെ ഉപയോഗിക്കരുത്, കാലിച്ചന്തകൾ അതിൻ്റെ വേദിയാകരുത്. വളരെ കൃത്യമായി താങ്കൾ ഇതിൻ്റെ രാഷ്ട്രീയ പരിപ്രേക്ഷ്യങ്ങളിൽ ഒന്നിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതായത് സാധാരണക്കാരൻ പോവുകയും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിലെ ആ മാർക്കറ്റ് ഉണ്ടാകാൻ പാടില്ല. അദാനി ബീഫോ പതഞ്ജലി ബീഫോ ആകാം. അത്തരം രീതിയിൽ പാക്കറ്റ് ചെയ്തു വരുന്ന കോർപ്പറേറ്റ് ബീഫുകാർക്ക് തീരെഴുതുന്നതാണ് ഈ വിജ്ഞാപനമെന്ന് താങ്കൾ അംഗീകരിച്ചിരിക്കുന്നു ശ്രീ രാധാകൃഷ്ണ മേനോൻ. ഇല്ല സുഹൃത്തെ, ഇതേ സംബന്ധിച്ച് ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ആ സ്ലോട്ടറിംഗ് സമ്പ്രദായം, ആ സമ്പ്രദായത്തിൽ അറക്കപ്പെടുന്ന മൃഗത്തെക്കുറിച്ച് ആർക്ക് എന്തുറപ്പാ ഉള്ളത്? ഈ സമൂഹത്തിൽ നാളിതുവരെ ചെയ്തു എന്നതുകൊണ്ട് ഒരു തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കണം എന്ന് പറയാൻ പറ്റുമോ? രോഗം ബാധിച്ച കാളകളെ, രോഗം ബാധിച്ച മൃഗങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ട് അറക്കുന്നു. അത് ക്യാൻസർ അടക്കം അനേകം അസുഖങ്ങൾ രാജ്യത്ത് പടർന്നു പിടിക്കാൻ ഇടയാക്കുന്നു. ഇത് വസ്തുതയല്ലേ? ഇത് അതേസമയം അതേപോലെ അതിർത്തിയിൽ വെച്ച് ഈ ആനിമൽസിന്റെ കിഡ്നി തകരാറാകുന്നു, എന്നിട്ട് അതിന് വെള്ളം ശരീരത്തിൽ കെട്ടിക്കിടന്ന് തൂക്കമുണ്ടാക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നു. അതുവഴി ഉണ്ടാകുന്ന അപകടകരമായ മാംസം, ആ മാംസം ഈ നാട്ടിൽ വിതരണം ചെയ്യുന്നു. ഇതൊക്കെ പരിശോധിക്കാൻ ചുമതലപ്പെട്ട ആളുകൾ പരിശോധിക്കണം. ഈ നിലയിൽ മാർക്കറ്റിൽ, കാരണം ഇതൊന്നും പരിശോധിക്കാതെ ഒരു താങ്കൾ തന്നെ പറഞ്ഞു അറവുമായി ബന്ധപ്പെട്ട് അറുക്കലുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇതിലില്ല എന്ന്. എന്നിട്ട് താങ്കൾ പറയുന്നു നല്ല മാംസം അറുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിനാണ് ഇത് എന്ന്. ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ അടക്കം പറഞ്ഞിട്ടുണ്ട്. ആ കമ്മിറ്റി നിയന്ത്രിക്കുന്നതും വിധാനിക്കുന്നതും ഏത് വിധത്തിലാണെന്നും എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് നോട്ടിഫിക്കേഷൻ ന്യൂഡൽഹി 23 മെയ് 2017 പറയുന്നുണ്ട്. താങ്കൾ അതുകൊണ്ട് കള്ളം പറയരുത്. അതായത് അറുക്കലുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് ഇതിലില്ല എന്ന് താങ്കൾ തന്നെ ആദ്യത്തെ വാചകത്തിൽ പറഞ്ഞു. എന്നിട്ട് പിന്നെ താങ്കൾ രണ്ടാമത്തെ വാചകത്തിൽ പറയുന്നു അറുക്കുന്നത് നല്ല മാംസം വിതരണം ചെയ്യുന്നതിലേക്ക് പോകാനുള്ളതാണ് ഈ വിജ്ഞാപനം. ഏത് വിശ്വസിക്കണം ശ്രീ രാധാകൃഷ്ണ മേനോൻ? അല്ല, ഇവിടെ അങ്ങ് സംസാരിക്കുമ്പോ പറഞ്ഞത് എന്താ? ഇവിടെ അദാനി ബീഫ് വിതരണം ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവിടുത്തെ അടുക്കളയിലെ ബീഫ് വിതരണം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് തന്നെയല്ലേ? പിന്നെ അദാനി വിതരണം ചെയ്യുവോ, അംബാനി വിതരണം ചെയ്യുവോ, നാട്ടുകാർ വിതരണം ചെയ്യുവോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമായിട്ട് എടുക്കുക. ഇവിടെ ബീഫ് വിതരണം ചെയ്യുന്നതിനെ തടഞ്ഞിട്ടില്ല എന്ന് തത്വത്തിൽ നിങ്ങൾ തന്നെ അംഗീകരിക്കുകയല്ലേ ചെയ്തത്. അപ്പൊ ഈ നാട്ടിലുടനീളം ഈ ബീഫ് ബസ് നടത്തിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് എന്തിനാ? അവരെ വിഡ്ഢികളാക്കുന്ന പ്രചരണം നടത്തുന്നത് എന്തിനാ? അപ്പൊ നമ്മള് ഒരു കള്ളം, പച്ചക്കള്ളം പറഞ്ഞിട്ട് അതിനെ ചൊല്ലിയിട്ട് അത് പറയുമ്പോ താങ്കളാണ് പറഞ്ഞത് അറുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നല്ല മാംസം വിതരണം ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ വിജ്ഞാപനം ഇറക്കിയതെന്ന്.
മൃഗസംരക്ഷണമാണ് ഇതിലെ ഉദ്ദേശമെന്ന് താങ്കൾ ആദ്യം പറഞ്ഞതിലെ രണ്ടാമത്തെ വൈരുദ്ധ്യം പൊളിക്കാനാണ് ഞാൻ അത് ചോദിച്ചത്. അതാണ് പതഞ്ജലി ബീഫിന്റെ കാര്യവും അദാനി ബീഫിന്റെ കാര്യവും അംബാനി ബീഫിന്റെ കാര്യവും ഞാൻ ചോദിച്ചത്. അല്ല അതെ, ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ ബീഫ് നിരോധിച്ചിട്ടില്ല എന്നുള്ള അർത്ഥം അതിനകത്ത്. ആ ചോദ്യത്തിൽ, നിങ്ങളുടെ ചോദ്യത്തിൽ പ്രതിഫലിക്കുന്നു. എന്റെ ചോദ്യത്തിലല്ലല്ലോ വേണ്ടത്, ഈ വിജ്ഞാപനത്തിലല്ലേ വേണ്ടത്. കാരണം നിങ്ങൾ തന്നെ പറയുന്നു. അതെ, ശ്രീ രാധാകൃഷ്ണൻ എങ്കിൽ കട്ടൻ ട്രേഡ് ആയിട്ട് പറയൂ, ഈ കട്ടൻ ട്രേഡ് ആയിട്ട് പറയൂ, ഈ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഇറക്കിയ ഈ ഉത്തരവ് എന്തിനുള്ളതാണ്? മൃഗസംരക്ഷണമാണോ നല്ല ഇറച്ചി ഭക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ? പറയൂ. അല്ല, നമ്മുടെ നാട്ടിൽ മൃഗസംരക്ഷണ വകുപ്പ് കേരളത്തിലുണ്ട്. ഈ വകുപ്പ് എന്തിനു വേണ്ടിയാ? ഈ പരിസ്ഥിതി വകുപ്പ് എന്തിനു വേണ്ടിയാ? കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് ഈ നാടിൻ്റെ ജൈവ വൈവിധ്യത്തെ നിലനിർത്താൻ, നശിച്ചു പോകുന്ന കാലിസമ്പത്ത്, അതുവഴി ഉണ്ടാകുന്ന രാജ്യത്തുണ്ടാകുന്ന അപകടകരമായ ഭാവി ഭവിഷ്യത്തുകൾ, അതിനെയൊക്കെ തടയാൻ സ്വാഭാവികമായും നിയമം നിർമ്മിക്കാനും നിലനിർത്താനും ബാധ്യതയുള്ളതാണ് പരിസ്ഥിതി വകുപ്പ്. ആ പരിസ്ഥിതി വകുപ്പിന് ലഭ്യമായ കണക്കുകൾ കേന്ദ്ര സർക്കാരിന്റെ ലഭ്യമായ കണക്കുകൾ ഈ നാട്ടിലെ കാർഷിക കാലികളുടെ സംഖ്യ വളരെയേറെ കുറയുന്നു. തീർച്ചയായിട്ടും വരുമല്ലോ. ഇവിടെ അതിനെ സംബന്ധിച്ച് നിയമമുണ്ടല്ലോ. ഇപ്പോ ഇതിനെ സംബന്ധിച്ച് നിയമമുണ്ട് സാർ, ഇതിനെ സംബന്ധിച്ച് നിയമമുണ്ട്. ആ നിയമം ശക്തിപ്പെടുത്തേണ്ടതിന് പകരമാണ് ഈ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇത്തരം ആർട്ടിക്കിൾ 19(1)G റൈറ്റ് ടു ഓക്കുപേഷൻ, ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്, ഇതിനൊക്കെ വിരുദ്ധമായി ഇറക്കിയിരിക്കുന്ന ഈ വിജ്ഞാപനം താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ നിയമമുണ്ട് മൃഗസംരക്ഷണത്തിനും മൃഗത്തിനെതിരായ ക്രൂരതകൾ ഒഴിവാക്കാൻ. അതിലേക്ക് ടച്ച് ചെയ്യാതെ, അത് ശക്തിപ്പെടുത്താതെ ഇങ്ങനെ ഭരണഘടന ഇതിലേക്കാണ് ഡയറക്റ്റ് പോയിരിക്കുന്നത്. അതിൻ്റെ വൈരുദ്ധ്യമാണ് താങ്കൾ തന്നെ പറയുന്നതിലെ വൈരുദ്ധ്യം പൊളിച്ചു കാട്ടുന്നത്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ നമ്മളൊപ്പം അഡ്വക്കേറ്റ് അഭിലാഷ് കൂടി ചേരുന്നുണ്ട്. ശ്രീ അഭിലാഷ്, കേൾക്കാമല്ലോ താങ്കൾക്ക്? അതായത് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, ഇത് ഭരണഘടനാ വിരുദ്ധമാകുന്നത് എങ്ങനെ? ഈ വിജ്ഞാപനത്തിന്റെ രാഷ്ട്രീയ ഉത്സുകത അറിയാൻ ഞങ്ങൾക്ക് ആ നിയമപ്രശ്നം അറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്താണെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ അദ്ദേഹം BJP നേതാവ് അങ്ങനെ ഒരു സംശയം വാദമായി ഉയർത്തിയെന്നതുകൊണ്ട് ഒന്ന്. രണ്ട്, സംസ്ഥാനം ഇതിനെ അതിജീവിക്കാൻ ചില നിയമനിർമ്മാണങ്ങൾ നടത്താൻ പോകുന്നു. അതിന്റെ നിയമപരമായ സാധുതകൾ എന്ത്? ഇത് രണ്ടുമാണ് താങ്കളിൽ നിന്ന് അറിയേണ്ടത്. ജംഷാദ്, ആദ്യമേ ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ശ്രീ രാധാകൃഷ്ണ മേനോൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ എനിക്ക് വായിച്ച് അറിയാൻ കഴിഞ്ഞതിൽ നിന്ന് അദ്ദേഹത്തിന് ലൈഫ് സ്റ്റോക്ക് മിഷന്റെ ചുമതലയുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹം കാലി സംരക്ഷണവുമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അന്ധമായ ചില വിശ്വാസങ്ങൾ ഒരുപക്ഷെ പുലർത്തുന്നുണ്ടാകാം. അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് ആയിരിക്കാം അത്. എന്നിരുന്നാലും അദ്ദേഹം പറഞ്ഞ ഈ ഒരു വാചകം, പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ആനിമൽസ് ആക്ട് പ്രകാരം ഉണ്ടാക്കിയ റൂള് കൊണ്ട് നല്ല മാംസം ലഭ്യമാക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ നിയമത്തിലെ വിരോധാഭാസമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ വിരോധാഭാസമാണ്. നല്ല മാംസം കൊടുക്കുവാൻ വേണ്ടി പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽ ആക്ട് പ്രകാരം, അതായത് മൃഗങ്ങളോടുള്ള ക്രൂരത നിരോധിക്കുവാനുള്ള നിയമപ്രകാരം നല്ല മാംസം കൊടുക്കുവാൻ സർക്കാർ ശ്രമിക്കുന്നത്. ഞാനും എടുത്തു പറഞ്ഞത്. ശ്രീ അഭിലാഷ്, അപ്പോ അദ്ദേഹം പറഞ്ഞതിനകത്ത് അങ്ങനെ ഒരു വൈകല്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ഞാൻ എന്റെ മെയിനായിട്ടുള്ള പോയിന്റിലേക്ക് കടക്കട്ടെ. അജംഷാദ്, ഇതൊരു മൃഗക്രൂരത വിരുദ്ധ നിയമമല്ല, അങ്ങനെ ഒരു ചട്ടമല്ല. പകരം ഇതൊരു വാണിജ്യ വ്യാപാര നിരോധന നിയമമാണ്. ഇത് മൃഗങ്ങളോടുള്ള ക്രൂവൽറ്റിയെ കുറിച്ചല്ല, ഇത് പ്രൊഹിബിഷൻ ഓഫ് ട്രേഡ് ആണ്. അപ്പൊ നേരിട്ട് എന്താണോ സർക്കാരിന് ചെയ്യാൻ കഴിയാത്തത് അത് ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യുവാൻ ഇവിടെ ശ്രമിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ, അതായത് ഭരണഘടനയുടെ 48ാം അനുച്ഛേദ പ്രകാരം ഗോവധ നിരോധനം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ ലെജിസ്ലേച്ചറിന് അധികാരമുണ്ട്. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു ചെറിയൊരു വസ്തുത ശ്രദ്ധിക്കേണ്ടത്, ഈ വിഷയങ്ങളെല്ലാം തന്നെ സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ടവയാണ്. അപ്പൊ പാർലമെന്റിന് ഇത് രാജ്യവ്യാപകമായിട്ടൊരു ഗോവധ നിരോധനമോ അങ്ങനെയുള്ള ഒരു പ്രൊഹിബിഷനോ കൊണ്ടുവരുന്നത് നിയമപരമായി അത്ര ഈസി അല്ല. ഇതെല്ലാം അതാത് സ്റ്റേറ്റുകളാണ് ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ വരുമ്പോ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽ ആക്ട് പ്രകാരമുള്ള ഒരു ചട്ടം രൂപീകരിക്കുന്നതിനുള്ള അധികാരം ഉപയോഗിച്ച് ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള പ്രൊഹിബിഷൻ നിലവിൽ കൊണ്ടുവരാനാണ് ശ്രമിച്ചതെന്ന്
ഒരുപക്ഷെ നിയമത്തിന്റെ പരിപ്രേക്ഷ്യത്തിലൂടെ ആരെങ്കിലും നോക്കിക്കാണാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുവാൻ കഴിയില്ല. കാരണം അതാണ് ഇവിടെ. അത് മൂപ്പിൽ നായർ കേസിൽ സുപ്രീം കോടതിയുടെ വിഖ്യാതമായ ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ കഴിയാത്തത് നിങ്ങൾക്ക് വളഞ്ഞ വഴിയിലൂടെ ചെയ്യുവാൻ നിയമത്തിൽ കഴിയില്ല എന്നത്. അപ്പൊ ഇതിനകത്ത് ക്രൂവൽറ്റി അല്ല പ്രശ്നം, ഇതിനകത്ത് പ്രശ്നം ട്രേഡ് ആണ്. ആ ട്രേഡ് നിരോധിക്കുക. ട്രേഡ് നിരോധിക്കുന്നതിലൂടെ എനിക്ക് കഴിക്കുവാൻ എനിക്ക് അവകാശമുള്ള ഭക്ഷണം എന്റെ വായിലേക്ക് എത്തരുത് എന്നുള്ള സർക്കാരിന്റെ ഒരു തരത്തിലുള്ള ഷാഢ്യമാണ് ഇവിടെ വളരെ വ്യക്തമായി കാണുന്നത്. അതായത് ശ്രീ അഭിലാഷ്, താങ്കൾ പറഞ്ഞു വരുന്നത് PCA ആക്ട് 1960 ലംഘനം, ഭരണഘടന പ്രകാരം 301 വകുപ്പ്, അതായത് വ്യാപാര വാണിജ്യ ക്രയവിക്രയ സ്വാതന്ത്ര്യം, ഇതിനുള്ള പച്ചയായ ലംഘനം തന്നെയാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത്. അങ്ങനെയാണോ? പച്ചയായ ലംഘനം തന്നെയാണ്. ഇപ്പൊ പാർലമെന്റിന് ഇപ്പൊ ഇത് ഗോവധ നിരോധനം പോലെയുള്ള ഒരു നിയമം കൊണ്ടുവരാൻ പാർലമെന്റില് സർക്കാരിന് അങ്ങനത്തെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ തന്നെയും അതൊന്നും പ്രായോഗികമല്ല. കാരണം രാജ്യസഭയിൽ അവർക്ക് ഭൂരിപക്ഷമില്ല. അങ്ങനെ വരുന്ന ഒരു അവസ്ഥയിൽ റൂൾ ഉണ്ടാക്കാനുള്ള ഈ അധികാരം ഉപയോഗിച്ച് അങ്ങനെ ഒരു പ്രൊഹിബിഷൻ പ്രാവർത്തികമാക്കാനുള്ള ഒരു ശ്രമമാണോ ഇവിടെ നടന്നത് എന്നതിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. സുപ്രീം കോടതിയുടെ ഓർഡർ പ്രകാരമാണ് ഈ റൂൾസ് ഉണ്ടാക്കിയതെന്ന് പറയുന്നു അജംഷാദ്. ഞാൻ സമ്മതിച്ചു, സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മൃഗങ്ങളോടുള്ള ക്രൂരത കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കാലിക്കടത്ത് തടയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വളരെ മനോഹരമായി നിർമ്മിച്ചെടുത്ത ഒരു കേക്ക്, ഒരു ബർത്ത്ഡേ കേക്ക് പോലെയാണ്. അതിന്റെ മൂലയ്ക്ക് ഒരു സയനൈഡ് ഗുളിക വെച്ചിട്ടുണ്ട്. അതാണ് ഈ റൂൾ 22. അപ്പം സാധാരണക്കാരൻ ഇത് കാണുമ്പോ നല്ലൊരു മനോഹരമായ നിയമപരമായിട്ട് നിർമ്മിച്ചെടുത്ത ഒരു കേക്ക് എന്നുള്ള രീതിയിൽ കാണാൻ ശ്രമിക്കും. ഈ സയനൈഡ് ഗുളിക കാണുമ്പോഴാണ് ഇതിനകത്തെ അപകടം. ഈ റൂൾ 22 ഈ 2-ൽ എന്താണ് അജംഷാദ് പറയുന്നത്? പർച്ചേസർ ഓഫ് ദി കാറ്റിൽ ഷാൽ നോട്ട് സെൽ ദി ആനിമൽ ഫോർ ദി പർപ്പസ് ഓഫ് സ്ലോട്ടർ. സ്ലോട്ടറിന് വേണ്ടി വിൽക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സ്ലോട്ടർ ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽ ആക്ട് പ്രകാരം സ്ലോട്ടർ എക്സം ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ പർച്ചേസർ ഷാൽ നോട്ട് സാക്രിഫൈസ് എനി ആനിമൽ ഫോർ എനി റിലീജിയസ് പർപ്പസ്. മതപരമായ കാര്യങ്ങൾ ആക്ട് എക്സം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എങ്ങനെ റൂൾ വഴി അത് ഇൻഡയറക്റ്റ് ആയിട്ട് പ്രൊഹിബിറ്റ് ചെയ്യുവാൻ കഴിയും? അതിന് ഉപോത്പകമായി ഞാനൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടിക്കട്ടെ. അതായത് താങ്കൾ പറഞ്ഞതുപോലെ ഇത് സുപ്രീം കോടതിയുടെ പരിധിയിലേക്ക് വന്നപ്പോൾ സുപ്രീം കോടതി ചോദിച്ചത് ഇതാണ്: വാട്ട് ഈസ് ദ നീഡ് ഓഫ് ആൻ ഓർഡർ ലൈക്ക് ദിസ്? സോറി, വി ഡോണ്ട് ഫൈൻഡ് എനി മെറിറ്റ്. We cannot direct states to frame law banning slaughter of cattle. Various orders have been passed by us. എന്നാണ് കോടതി പറഞ്ഞത്. അതായത് എ ബെഞ്ച് ഓഫ് ചീഫ് ജസ്റ്റിസ് JS കഹാർ ആൻഡ് ജസ്റ്റിസ് NV രമണ ആണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. താങ്കൾ പറഞ്ഞതിന്റെ ആഡ് ചെയ്യുന്നതാണത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു രീതിയിൽ അജംഷാദ് ഇവിടെ ചൂണ്ടിക്കാട്ടിയല്ലോ, ഈ ഭരണഘടനയുടെ 301 അനുച്ഛേദത്തിന്റെ നഗ്നമായ ലംഘനമാണ് അത്. അതായത് സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരാൾക്ക് ഇത് വിൽക്കാനൊക്കില്ല എന്നൊക്കെ പറയുമ്പോ ശരിക്കും അവരൊന്നും എന്താ ഇന്ത്യൻ പൗരന്മാരല്ലേ? അങ്ങനെ ഒരു സെഗ്രിഗേഷൻ നിയമത്തിൽ പാടുണ്ടോ? അവരുടെ വൊക്കേഷണൽ റൈറ്റ് 19(1)G വയലേറ്റ് ചെയ്യപ്പെടുന്നില്ലേ? അപ്പോൾ സംസ്ഥാനം ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്ന നിയമനിർമ്മാണത്തിന് എല്ലാ ഭരണഘടനാ സാധുതയും ലഭിക്കുന്നു. 100% ഭരണഘടനാ സാധുത ലഭിക്കുന്നു എന്ന് മാത്രമല്ല, ഈ നോട്ടിഫിക്കേഷൻ ഭരണഘടനാ വിരുദ്ധമാണെന്ന്. ഓക്കെ, വെരി ഗുഡ്. താങ്കൾ ദയവായി തുടരൂ. ശ്രീ BRM ഷഫീർ, ഇത്തരത്തിലൊരു വലിയ നീക്കം പിണറായി വിജയൻ സർക്കാർ മുമ്പോട്ട് വെച്ചിരിക്കുകയാണ്. അതായത് ഇതിനായി സർവകക്ഷി യോഗവും വിളിക്കും. നിങ്ങൾ എന്തൊക്കെയായിരിക്കും അവിടെ എടുക്കുന്ന നിലപാട്? സർക്കാർ ഇപ്പോൾ എടുത്ത ഈ നിലപാടുകളിൽ, ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒളി അജണ്ടയിൽ സംസ്ഥാന സർക്കാർ എടുത്തതിൽ നിങ്ങൾ തൃപ്തരാണോ? ഞങ്ങളുടെ നിലപാട് ഇന്നലെ ബഹുമാനായ ഞങ്ങളുടെ പരമോന്നത നേതാവ് ശ്രീ AK ആന്റണി സാർ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. ഈ ഓർഡറിനെ വലിച്ചു കയറി ചവറ്റുകൊട്ടയിലെറിയണമെന്നും ഭക്ഷണ ഫാസിസത്തെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. അപ്പൊ ഇവിടെ ഇപ്പൊ ശ്രീ അഡ്വക്കേറ്റ് അഭിലാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ച നിയമവശങ്ങൾ ശ്രീ അജിംഷാ ശ്രദ്ധിച്ചു കാണുമല്ലോ. ആർട്ടിക്കിൾ 19(1)G നഗ്നമായ ലംഘനമാണിത്. റൈറ്റ് ടു ഒക്കുപേഷൻ, തൊഴിലെടുക്കാനുള്ള ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, അത് BJP സംഭാവനയൊന്നുമല്ല. ഇന്ത്യയുടെ ഭരണഘടനയ്ക്കകത്ത് കൃത്യമായിട്ട് തന്നെ ഏത് തൊഴിലെടുത്ത് ജീവിക്കണമെന്ന് ആർട്ടിക്കിൾ 19(1)G ഭരണഘടനാ വിദഗ്ധന്മാർ എഴുതി വെച്ചിരിക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു നരേന്ദ്രമോദിക്കോ ബഹുമാനായ ശ്രീ അമിത്ഷാക്കോ അത് എഴുതി മാറ്റാൻ കഴിയുന്നതാണോ? ഒന്ന്. രണ്ട്, ഇവർ പറഞ്ഞു 1960 പിന്നെ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ഓഫ് ദി അനിമൽസ് ആക്ട് പ്രകാരമാണ് ഇതെല്ലാം ചെയ്തതെന്നാണ് അവർ പറഞ്ഞു വെക്കാൻ സ്ഥാപിച്ചത്. അതിൽ തന്നെ ശ്രീ അഡ്വക്കേറ്റ് അഭിലാഷ് കൃത്യമായിട്ട് തന്നെ പറഞ്ഞതല്ലോ, 11 ക്ലോസ് 3A ദി കൺസംഷൻ ഓഫ് ദ ഹ്യൂമൻ ബീയിങ്ങിൽ കൃത്യമായിട്ട് തന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് സ്ലാട്ടറിംഗ് ആവാമെന്ന് കൃത്യമായി നിർവചിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ആക്ടുമായിട്ട് ഈ ഓർഡിനൻസും എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരാൾ
ഇന്ത്യയുടെ പരമോന്നതമായ സുപ്രീം കോടതിയിൽ പോയാൽ ശ്രീമാൻ AK ആന്റണി സാർ പറഞ്ഞതുപോലെ ഇതിനെ ചവറ്റി വലിച്ചു കീറി സുപ്രീം കോടതി കാറ്റിൽ പറത്തും. കാര്യം എന്താണെന്നറിയോ? ഇവർക്ക് ആർട്ടിക്കിൾ 43-ന്റെയോ 44-ന്റെയോ 48-ന്റെയോ പരിരക്ഷ ലഭിക്കുന്ന പ്രശ്നമില്ല. മാത്രമല്ല, നേരത്തെ നമ്മുടെ മേനോൻ സാർ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം അത് സത്യം പറഞ്ഞു, അത് സ്റ്റേറ്റ് ലിസ്റ്റാ. സ്റ്റേറ്റ് ലിസ്റ്റിന്റെ 7 ആണ്. ഷെഡ്യൂൾ 7 അനുസരിച്ച് മാംസത്തിൽ തൊടാൻ കേന്ദ്രത്തിന് എന്താ അധികാരം? ഇവിടെ ഈ രാജ്യത്ത് നിരവധി തവണ മാംസം നിരോധിക്കുകയും നിരോധിക്കാതിരിക്കുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ച് നിരവധി ചർച്ചകൾ നടന്നു. അന്നെല്ലാം കേന്ദ്രത്തിന് സാധിക്കാതെ വന്നതിന്റെ മിനിസ്റ്റർ മേനോൻ നിങ്ങൾക്ക് കഴിയാതെ വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അത് സ്റ്റേറ്റ് ലിസ്റ്റ് ആയതുകൊണ്ടാണ്. അത് കൺകറന്റ് ലിസ്റ്റോ യൂണിയൻ ലിസ്റ്റിലോ ഉൾപ്പെടാത്തത് കൊണ്ട് തന്നെയാണ്, അത് സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന കാര്യമായതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര നിയമം ഇതിനകത്ത് പാസ്സാക്കി എടുക്കാൻ പറ്റാവുന്നത്. അപ്പോൾ ഒന്ന്, സംസ്ഥാനങ്ങൾക്കുള്ള പരമാധികാരത്തിന്റെയും ഫെഡറൽ തത്വത്തിനെയും എതിരെയുള്ള കടന്നുകയറ്റം. 2, മൗലികാവകാശമായ 19 ക്ലോസ് 1G നഗ്നമായ ലംഘനം. 3, 1960 അനിമൽസ് ക്രൂവൽറ്റി ആക്ടിലെ 11 ക്ലോസ് 3E നഗ്നമായ ലംഘനം. നേരത്തെ അഡ്വക്കേറ്റ് അഭിലാഷ് പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 301 വയലേഷൻ. എന്നാൽ ആർട്ടിക്കിൾ 48-ന്റെയും 44-ന്റെയും പ്രിൻസിപ്പിൾസ് ഇതിനകത്ത് ബാധകമാകുന്നുമില്ല. മാത്രമല്ല 2015 ഞാൻ അതിന്റെ സൈറ്റേഷൻ കൃത്യമായിട്ട് തപ്പിയിട്ട് കിട്ടിയില്ല. അതിനകത്ത് ഇങ്ങനെ പറയുന്നത്, സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞു, മൃഗബലിയല്ല, ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും മതപരമായ വിശ്വാസങ്ങളുടെയും പേരിൽ സ്ലാട്ടറിംഗ് ആവാം, അത് വേദനരഹിതമായിരിക്കണം എന്നുകൂടി അതിനകത്ത് ക്ലാസ് വെച്ചു. അപ്പൊ ഇതിൽ നിന്നല്ല വ്യക്തമാക്കുന്നത് എന്താണ്? സുപ്രീം കോടതിയുടെ വയലേഷൻ, ഭരണഘടനയുടെ മനുഷ്യാവകാശ തത്വങ്ങളുടെ ലംഘനം, ലേബർ ലോസിന്റെയും തൊഴിൽ നിയമങ്ങളുടെയും ലംഘനം, ഭരണഘടനയുടെ ലംഘനം. പിന്നെ എങ്ങനെയാണ് ഈ നിയമം നിൽക്കുക? അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഇത്രയും മനസ്സിലാക്കിയപ്പോൾ തന്നെ നിയമത്തിൽ നിൽക്കൂല എന്ന് പിടിയിട്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നിയമമാവാം, ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. പക്ഷേ ഇതല്ല അജിംഷാദ് ഇവരുടെ ലക്ഷ്യം. ഇവർക്ക് നിയമപരമായി ഇതിൽ നിലനിൽക്കുകയില്ല എന്നും ഇത് കൃത്യമായിട്ട് തന്നെ തള്ളിപ്പോകുമെന്നും അറിഞ്ഞുകൊണ്ടുള്ള ഒരു കളിയാണിത്. ഒരു ടെസ്റ്റ് ഡോസ് ആണ്, ഈ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയും. എന്താണെന്നറിയോ? ഇത് പശുവിനെ, ഞാൻ പശു ഇറച്ചിയെ പശുവിനെയും കന്നിനെയും കൊല്ലരുത് നിലപാടുള്ള ആളാണ്. എന്നാൽ പോത്തിന്റെയും ഒട്ടകത്തിന്റെയും കാര്യത്തിൽ നിലപാട് വ്യത്യസ്തമായുള്ള ആളാണ്. ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഒരു പശുവിനെ വിശുദ്ധമായി പ്രഖ്യാപിക്കുക, അത് സ്ലാട്ടർ ചെയ്യുന്നവരെയും സ്ലാട്ടർ ചെയ്യാത്തവരെയും തമ്മിൽ വേർതിരിക്കുക, അതിനകത്ത് പൊളിറ്റിക്കൽ പോളറൈസേഷൻ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ അതൊരു ഭാഗത്ത് രാഷ്ട്രീയ ഗുണം. രണ്ടാമത്തെ ഗുണം എന്താണെന്നറിയോ? നേരത്തെ ശ്രീ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ചെറുകിട വ്യാപാരികളെയും ചെറുകിട ചന്തകളെയും ഇല്ലാതാക്കി ആരെ സഹായിക്കാൻ അതുകൂടെ പറയാൻ ഒരു അവസരം തരണം. ഇപ്പൊ പറഞ്ഞു നിർത്താം. ശ്രീ രജീന്ദ്ര സച്ചാറിന്റെ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് കയറ്റുമതിയിലെ സമ്പൂർണമായ കയറ്റുമതിയിലെ 75% ഇന്ത്യയിൽ കൈകാര്യം ചെയ്തത് സംഘപരിവാറുമായി ബന്ധപ്പെട്ടവരാണ്. ജസ്റ്റിസ് രജീന്ദ്രൻ റിപ്പോർട്ട് നിങ്ങൾക്കറിയോ? അറബിയിൽ, സൗദി അറേബ്യയിലും ദുബായിലും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മാംസം, ബീഫ്, അത് കയറ്റി അയക്കുന്ന എക്സ്പെർട്ട് കമ്പനി അൽ കബീർ എന്നാണ്. അൽ കബീർ എന്ന് കേൾക്കുമ്പോൾ അജിംഷാദ് വിചാരിക്കുന്ന ഒരു മുസ്ലിം കമ്പനിയാണെന്ന് വിചാരിക്കും. കബീർ എന്ന് അതാണ്. അല്ല, അതിനകത്ത് സതീഷ് സബർവാളിന്റെയും അതിൽ സുബർവാളിന്റെ 650 കോടിയാണ്. അതിലേക്കെത്താം, എല്ലാം പറഞ്ഞു തീർക്കരുത്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, അതായത് നമുക്ക് കുറച്ച് പ്യൂർ രാഷ്ട്രീയത്തിലേക്ക് തന്നെ എത്താം. അതായത് 80കളിൽ താങ്കൾക്ക് ഓർമ്മയുണ്ട്, കാശ്മീരിനേക്കാൾ സംഘർഷമായിരുന്നു പഞ്ചാബ്. ഒരുപക്ഷെ ബാബറി കേസിന് ശേഷമാണ് കാശ്മീർ അടക്കം ഉള്ളവയിലേക്ക് ചില പ്രത്യേകതരം വിഘടനവാദങ്ങൾ കടന്നു വരുന്നത് ശക്തമായത്. തീവ്രവാദത്തിൻ്റെയൊക്കെ കാര്യം, കാരണം താങ്കൾ ആ പദങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചതുകൊണ്ട് ആ രാഷ്ട്രീയം കൂടി താങ്കളുടെ മുമ്പിലേക്ക് വെക്കുന്നു. ശ്രീ അഡ്വക്കേറ്റ് രാജേഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അമ്മയെ പ്രൊട്ടക്റ്റ് ശ്രീ അഡ്വക്കേറ്റ് അഭിലാഷ് പറഞ്ഞത് ഒരു കാര്യമുണ്ട്, അമ്മയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അച്ഛനെ കൊല്ലുന്ന നയമാണ് ഇത് എന്ന്. നിയമപരമായി നിൽക്കാത്തത് ഇതെന്തിൻ്റെയൊക്കെ ഉദ്ദേശത്തിലാണ്? ഇവിടെ സംസ്ഥാനം എടുക്കുന്നത് കൃത്യമായ നിലപാടാണോ? അല്ല, അതിനകത്ത് സംസ്ഥാനത്തിൻ്റെ നിലപാടിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ അഭിലാഷ് പറയുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം, ഒരു നിയമമുണ്ട് 1960-ലെ. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചട്ടം രൂപപ്പെടുത്തുന്നു, അതല്ലേ ഉള്ളൂ. അങ്ങനെ ചട്ടം രൂപപ്പെടുത്തുമ്പോൾ ഭരണഘടനാപരമായി നിലവിലുള്ള നിയമത്തിൻ്റെ പ്രയോഗക്ഷമതയ്ക്കാണല്ലോ ചട്ടമുണ്ടാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ചട്ടം നിലവിലുള്ള നിയമത്തിനെതിരാകരുത്. അങ്ങനെയാണെങ്കിൽ ആ ചട്ടം അല്ലെങ്കിൽ ആ നിയമം തന്നെ മാറ്റണം. ഇതാണല്ലോ പ്രശ്നം. 1960 നിയമം വരുന്നുണ്ട്, ഈ കാറ്റിലിനെ കൊല്ലുമ്പം അത് മെഴ്സിഫുൾ ആയ ഒരു കില്ലിംഗ് ആയിരിക്കണം. അങ്ങനെ ഒരു നിയമം വരുന്നതിന് കാരണം ഭാരതീയരൊന്നുമല്ല, ഈ മഹാഭാരതീയരൊന്നും കൊണ്ടുവന്നതല്ലത്. SPCA എന്നൊരു സംഘടനയുണ്ടല്ലോ, സൊസൈറ്റി ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ക്രൂവൽറ്റി ടുവേർഡ്സ് ആനിമൽസ്. അതൊരു ഇന്റർനാഷണൽ സംഘടനയാണ്.
യൂറോപ്പിൽ നിന്നാണ് ഇത്തരം പുതിയ ഈ നിയമങ്ങളൊക്കെ വരുന്നത്. അതിന് കാരണം വളരെ പ്രാകൃതമായി ഇതിനെ കൊല്ലുന്ന അവസ്ഥ. സത്യത്തിൽ അജിം ഷാ ആരുടെ ജീവിതവുമായിക്കൊള്ളട്ടെ, ജീവൻ കഴിക്കാതെ ജീവനെ നിലനിർത്താൻ പറ്റില്ല. അത് പച്ചക്കറിയിൽ നിന്നാണെങ്കിലും പാലിൽ നിന്നാണെങ്കിലും മൃഗത്തിൽ നിന്നാണെങ്കിലും നിവർത്തിയില്ലാതെ മീനിനാണെങ്കിൽ മനുഷ്യനിൽ നിന്നാണെങ്കിൽ പോലും ജീവൻ കഴിച്ചാലേ ജീവൻ നിലനിൽക്കൂ. അതാണ് അതിൻ്റെ ജീവന്റെ നിയമം. അത് പച്ചക്കറിയാണ് ജീവൻ തന്നെയാണ്. അപ്പോൾ അതിനെയൊക്കെ കൈകാര്യം ചെയ്യുമ്പം ഒരു മനുഷ്യന്റെ നിലവാരത്തിൽ അഡ്വാൻസ്ഡ് ആയ ഒരു മനുഷ്യന്റെ സോഫിസ്റ്റിക്കേറ്റഡ് മെത്തേഡ്, ഒരു എന്താ പറയാ, അതിന് പറ്റുന്ന സാംസ്കാരിക നിലവാരത്തിലുള്ള മെത്തേഡുകൾ ഉപയോഗിക്കണം. അത് 1960 നിയമമാക്കിയ രാജ്യമാണെന്നാണ്. അങ്ങനെ ആ രാജ്യത്താണ് നമ്മൾ കുറച്ചു നേരത്തെ ഒറീസയിൽ രാധാകൃഷ്ണ മേനോൻ കണ്ടോണം, നിങ്ങളുടെ ആൾക്കാർ ഒരുത്തനെ ഇട്ട് അടിക്കുകയാണേ, മേഴ്സി പറയുന്ന രാജ്യമാണ്. അപ്പൊ 60 ഈ നിയമം വരുമ്പം, ഈ 60 ഈ നിയമം വരുമ്പോൾ നമ്മൾ അങ്ങനെ മെച്ചപ്പെട്ട ജനതയൊന്നും ആയിരിക്കാൻ ഇടയില്ല. നെഹ്റുവിന്റെ കാലത്താണ് നിയമം വരുന്നത്. ഈ നിയമവും ഇന്നത്തെ ചട്ടവും നോക്കുമ്പോൾ നിയമത്തിനെതിരാണ് അന്ന് അഭിലാഷ് കൃത്യമായി സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് അംഗീകരിക്കാം, വിശ്വസിക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു നിയമം നെസസിറ്റേറ്റ് ചെയ്യുന്ന, വാറണ്ട് ചെയ്യുന്ന ഇന്നത്തെ അവസ്ഥ എന്ന് മാത്രം നോക്കിയാൽ മതിയല്ലോ. വെരി ഗുഡ്. എന്നുവെച്ചാൽ ഇതിനകത്ത് BJP, രാധാകൃഷ്ണ മേനോൻ, താങ്കളുടെ പാർട്ടി സമീപിക്കുന്ന ഒരു രീതിയുണ്ട്. നിങ്ങളുടെ വിചാരമുണ്ട് കണ്ണടച്ച് പൂച്ച പാല് കുടിച്ചാൽ ആരും കാണില്ല, പൂച്ച മാത്രമേ കാണാതിരിക്കൂ. നിങ്ങളുടെ രീതി എന്താ അറിയോ? നിങ്ങൾ പറയുന്നത് പ്രാകൃത ആശയമാണ്, പ്രാക്തനമായ ആശയമാണ്, ആധുനിക ജനാധിപത്യത്തിന് യോജിക്കാത്തതാണ്. ഇത് നിങ്ങൾക്കും അറിയാം. പശുവിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ കൊല്ലരുത് അമ്മയാണെന്ന്. എന്തിനാ അമ്മയെ ഇതിനകത്ത് ഈ ലിസ്റ്റിൽ നിങ്ങൾ വരുത്തിയത്? അമ്മയെ ഇപ്പം കൊല്ലാം അല്ലേ? ആവശ്യമുണ്ടേ കൊല്ലാം, ആവശ്യമില്ലേ കൊല്ലരുത്. പരശുരാമൻ പറഞ്ഞ മാതിരിയുള്ള നിയമങ്ങളാവും ഇതിനകത്ത്. പശു വന്നിട്ട് പശു, കാള, പോത്ത്, എരുമ ഒന്നില്ല, പോത്ത്, ഒട്ടകം എന്ന് പറഞ്ഞാൽ പശുവിനെ വേണമെങ്കിലും നിങ്ങൾ കൈയൊഴിയും നിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ. അപ്പോൾ പശുവിനെ രക്ഷിക്കാമെന്നായിരുന്നില്ല, അമ്മയെ രക്ഷിക്കാമെന്നായിരുന്നില്ല പരിപാടി. വോട്ടുണ്ടാക്കാൻ പറ്റുമെന്നോ നോക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഞാൻ പറയുന്നത്, നിലവിലുള്ള നിയമത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ കുൽസിതമായ ലക്ഷ്യങ്ങളെ പരിപാലിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത്. നിയമത്തിൽ പിടിക്കും, എന്നിട്ട് ചട്ടത്തിൽ പണി കൊടുക്കും. ആ ചട്ടത്തിൽ താപ്പ് വെച്ചുള്ള ഈ കളിയുണ്ടല്ലോ. ആധാർ കാർഡ് നമ്മൾ കണ്ടതല്ലേ? ആധാർ കാർഡിൽ എങ്ങനെയായിരുന്നു ഗവൺമെന്റ് കൊണ്ടുവന്നത്? അത് പറഞ്ഞത് സബ്സിഡി കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയാണ് ആധാർ. ഫലത്തിൽ വന്നപ്പോൾ എന്ത് പറ്റി? നമ്മുടെ എല്ലാ പേഴ്സണലായ സുരക്ഷ തന്നെ ഹരിക്കുന്ന സാധനമായി മാറി. തുടങ്ങിയത് എവിടെയായിരുന്നു സബ്സിഡി, എത്തി നിൽക്കുന്ന എവിടെയാ സുരക്ഷാലംഘനം. ഈ നിരത്തിലുള്ള കള്ളക്കളിയുണ്ടല്ലോ, സത്യസന്ധമായ ഒരു സർക്കാരിന്, മാന്യമായ ഒരു സർക്കാരിന് ചേർന്നതല്ല. അതാണ് ചെയ്തത്. ഈ നിയമത്തിലും നിങ്ങൾ ചെയ്തതാണ്. ഈ നിയമത്തിൽ അതുകൊണ്ടാണല്ലോ BJP-ക്കാർ ചർച്ച ചെയ്യാൻ വരാത്തത് കേരളത്തിൽ. അപ്പം അങ്ങനെ വരുമ്പം, അല്ല ഞാൻ പറയുന്നത് അത് നല്ല കാര്യം, ഞാൻ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ ആർജവത്തെ ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ പറഞ്ഞ പരിസ്ഥിതി വനം മന്ത്രാലയം പുറപ്പെടുവിക്കേണ്ട ഒരു ഓർഡറാണോ ഇത്? ഒരു നോട്ടിഫിക്കേഷനാണോ ഇത്? ഒരു രാജ്യത്തെ പ്രശ്നമാണ് അവിടുത്തെ ജനത ഭക്ഷണം കഴിക്കേണ്ടത് ഏതായിരിക്കണം, എന്തായിരിക്കണം. അതിന് പകരം ഒരു വകുപ്പിനെ പിടിച്ച്, ഒരു മന്ത്രാലയത്തെ പിടിച്ച് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഇറക്കുക. നോട്ടിഫിക്കേഷൻ 23-ാം തീയതി ഡേറ്റ് വെച്ച് 26-ാം തീയതി നോയമ്പിന് തലേ ദിവസം പുറത്തേക്ക് വിടുക. എന്തൊരു കൃത്യം കളികളാണ്. നിങ്ങൾ വിചാരിക്കുന്നു ഇന്ത്യക്കാർ മണ്ടന്മാരാണെന്ന്? വോട്ട് ചെയ്തു പോയി എന്നതുകൊണ്ട് അവരെ അധിക്ഷേപിക്കരുത് സുഹൃത്തെ. ഏതായാലും അങ്ങനെ പുറപ്പെടുവിക്കുന്നു. അങ്ങനെ വന്നിട്ട് അതേക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പം, ആ ചർച്ച നടക്കുമ്പം നരേന്ദ്രമോദി മൻ കി ബാത്തിലൂടെ പറയുന്നു, ആൾ ഇൻക്ലൂസീവായ ജനാധിപത്യമാണ് നമുക്ക് ആവശ്യം, എല്ലാ ജനതയും നമ്മൾ തൃപ്തിപ്പെടുത്തും, ആരുടെ ബുദ്ധിമുട്ടുകളും ഈ രാജ്യം കണ്ടുകൊണ്ട് നിൽക്കില്ല എന്ന് സംസാരിക്കുമ്പോൾ ഒറീസയിൽ പശു കൊണ്ടുവന്നതിന് വേണ്ടി അടിയും കൊടുക്കും. ഒരക്ഷരം അങ്ങനെ മിണ്ടൂല അതേക്കുറിച്ച്. എന്തൊരു വൈരുദ്ധ്യമാണ് ഈ രാജ്യത്തുണ്ടായിരിക്കുന്നത്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, അതായത് ശ്രീ ഭാസുരേന്ദ്ര ബാബു ചോദിച്ചത് വളരെ കട്ട് ആൻഡ് ഡ്രൈഡ് ആയ പൊളിറ്റിക്സ് ആണ്. അല്ല അങ്ങനെ വരുമ്പോൾ കടക്കൽ, അതായത് പേരന്റ് ആക്ടിനെതിരായി ഇത്തരത്തിലൊരു സംഭവ വികാസം രൂപപ്പെടുത്താൻ നോമ്പുകാലം തുടങ്ങുന്നതിന് മുമ്പ് ആ വിജ്ഞാപനം ഇറക്കുന്നതിലെ കുതന്ത്രം പുറത്തേക്ക് എത്തിക്കുന്നു. അത് പലതും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രീ ഭാസുരേന്ദ്ര ബാബു അക്കമിട്ട് നിരത്തി. മറുപടി ഉണ്ടോ നിങ്ങൾക്ക്? അതെ, ആ പശുവിനെ കുറിച്ചുള്ള വിഷയത്തിലും ഗോമാതാവിനെ കുറിച്ചുള്ള വിഷയത്തിലും, അതായത് എന്ത് അനിവാര്യതയാണ് ഇങ്ങനെ ഒരു വിജ്ഞാപനം ഇപ്പോൾ ഇറക്കാനുള്ളത് എന്ന് സാരം പറയൂ. അല്ല, ഇങ്ങനെ ഒരു വിജ്ഞാപിട്ട് ഇത് ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ ചർച്ച ചെയ്യുന്നോ ഇല്ലല്ലോ. അങ്ങനെ ഒരു ചർച്ചയ്ക്കുള്ള അവസരവും ഉണ്ടാക്കിയിട്ടില്ല. ഇതിനെ സംബന്ധിച്ച് ഇതിപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ ചിലരും
ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികളും BJPയുടെ 3 വർഷം പൂർത്തിയാകുമ്പോൾ 300-ലേറെ ഭരണ നേട്ടങ്ങളുള്ള ഈ അവസരത്തിൽ അതേക്കുറിച്ചിട്ടുള്ള ചർച്ച വളരെ ബോധപൂർവ്വം, ഞാൻ ഓർക്കുന്നു അന്ന് രാവിലെ എന്നെ ഒരു ചാനൽ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചർച്ചയ്ക്ക് വിളിച്ചു. ഒരു 11 ആയപ്പോഴാണ് വിളിച്ചത്. അതിനുശേഷം 3 മണി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ സബ്ജക്റ്റിൻ്റെ കൂടെ ഇതുകൂടെ വരുന്നുണ്ട്, ഇതാ പുതിയൊരു ഓർഡർ വന്നിട്ടുണ്ട്, ആ ഓർഡറിൻ്റെ കോപ്പി. അപ്പം ഞാൻ പറഞ്ഞത് കണ്ടില്ല, ഞാനപ്പോൾ യാത്രയിലായിരുന്നു ഡൽഹിയിലേക്കാണ്. അപ്പോൾ അത് എനിക്ക് മെയിൽ ചെയ്തു. അപ്പം ഞാൻ സൂചിപ്പിച്ചത് ഇത് യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ച ഭരണ നേട്ടങ്ങളെക്കുറിച്ചിട്ടോ മോഡിയുടെ ഭരണത്തെക്കുറിച്ചോ ഉള്ള ചർച്ച ഒഴിവാക്കാൻ കേരളത്തിൽ ചില ആളുകൾ, ഹിന്ദുസ്ഥാൻ ടൈംസ് ആണ് ആദ്യം പുറത്തുവിട്ടത് എങ്കിലും ഇത് 2-3 ദിവസമായിട്ട് കേരളത്തിലെടുത്ത് ആഘോഷിക്കുന്നു എന്നതിനപ്പുറത്ത് ഇതിന് ഇന്ത്യ മഹാരാജ്യത്ത് ഈ ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയുമില്ല. കാരണം നോട്ട് നിരോധനം വന്നപ്പോൾ ഇതേപോലെ തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ തോമസ് ഐസക് അടക്കം എന്തൊക്കെ പറഞ്ഞു. കാരണം ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങളെല്ലാം അതിനുശേഷം നരേന്ദ്രമോദിയിൽ തുടർച്ചയായി വിശ്വാസം അർപ്പിക്കുന്നു. ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് സമൂഹത്തിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടി നിലപാടെടുക്കാൻ ബാധ്യതയുള്ള ഗവൺമെന്റാണ്. ഓരോ മാസത്തിന്റെ പരിസ്ഥിതി വകുപ്പ്, പരിസ്ഥിതി വകുപ്പിന്റെ ഇവിടെ മൃഗസംരക്ഷണ വകുപ്പിന്റെ ജോലി ഇപ്പോഴും താങ്കൾ കാണുന്നില്ല. അതായത് മനുഷ്യന്റെ ഭക്ഷണത്തെ നിയന്ത്രിക്കുക എന്ന പറയുമ്പോഴും ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഭക്ഷണത്തെ നിയന്ത്രിക്കുക എന്ന വലിയ ചോദ്യചിഹ്നം കേന്ദ്രം പുറത്തേക്ക് എത്തിക്കുമ്പോൾ, സംസ്ഥാനത്തിന്റെ അധികാരത്തിന് മേൽ കടന്നു കയറുമ്പോൾ, ഫെഡറലിസത്തെ ലംഘിക്കുമ്പോൾ, ഇതൊന്നും ഒരുപക്ഷെ ഒരു ചർച്ചയ്ക്ക് യോഗ്യമായതല്ല എന്ന് തോന്നുന്ന താങ്കളുടെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക് വളരെ നന്ദി. മന്ത്രി ശ്രീ കെ രാജു കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യം ശ്രീ മിനിസ്റ്റർ, കേൾക്കാമല്ലോ? അതായത് രാജ്യം മുഴുവൻ ആശങ്കയാണ്, പ്രത്യേകിച്ച് സംസ്ഥാനം വലിയ ആശങ്കയിലാണ്. ആ ആശങ്ക പരിഹരിക്കുന്ന ഒരു ഇടപെടലാകുമോ സർവകക്ഷി യോഗവും അതിനുശേഷമുള്ള നിയമയുദ്ധത്തിലും സംസ്ഥാനം പുലർത്തുക? അല്ല, സംസ്ഥാനത്തെ ക്ഷീരകർഷകരുടെയും കന്നുകാലി കർഷകരുടെയും താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും ഗവൺമെന്റ് ഒരുക്കമാണ്. അതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇത് പിൻവലിക്കണമെന്ന് ഞങ്ങൾ ശക്തിയായിട്ട് ആവശ്യപ്പെടുകയാണ് ആദ്യമേ. അത് അതിന് തയ്യാറാകാത്ത പക്ഷം ഈ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ പോകാൻ തയ്യാറാവും. ആവശ്യമെന്നുണ്ടാൽ സംസ്ഥാന ഗവൺമെന്റ് അധികാരം വിനിയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് തയ്യാറാകും. സർവകക്ഷി യോഗത്തിന്റെ കാര്യത്തെ സംബന്ധിച്ച് നാളെ മുഖ്യമന്ത്രി സർവകക്ഷി തീരുമാനിക്കും. ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾ നാളെ മുഖ്യമന്ത്രിയെ കാണുന്നുണ്ടല്ലോ അല്ലേ? മുഖ്യമന്ത്രി കാണുന്നുണ്ട്. അതായത് ഭക്ഷണ കാര്യത്തിലും ഇത്തരം പുലർത്തിയ ആശങ്കകൾക്കും ഒരിടയും നൽകാത്ത കൃത്യമായ മറുപടിയാകും സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക, നിയമത്തിന്റെ രീതിയിലായാലും രാഷ്ട്രീയമായിട്ടായാലും, അല്ലേ ശ്രീ മിനിസ്റ്റർ? തീർച്ചയായിട്ടും ഇത് ധാരാളം മനുഷ്യരെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ജനങ്ങളെ ഭക്ഷണ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഈ രീതിയിലുള്ള നിയന്ത്രണം കൊണ്ടുവരുന്ന ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. കന്നുകാലികളെ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ചന്തകൾ നിരോധിക്കാൻ, 25 കിലോമീറ്ററിനകത്തുള്ള ചന്തകൾ നിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എന്നുള്ളത് വളരെ അപ്രായോഗികവും അശാസ്ത്രീയവുമാണ്. അതുപോലെ തന്നെ കർഷകന് ഈ കന്നുകാലികളെ വിൽക്കണമെന്ന് തോന്നുമ്പോൾ കൃഷിക്കനെ വിൽക്കേണ്ടി വരുമ്പോൾ അതിന് സമിതികൾ രൂപീകരിച്ചിട്ട് ആ സമിതിയുടെ അധ്യക്ഷന്മാരുടെയൊക്കെ അനുമതി വേണം എന്ന് പറയുന്നത് എല്ലാം നിരോധിക്കാൻ മാത്രമേ അത്തരം തീരുമാനങ്ങൾ ഉണ്ടാകൂ. അതുകൊണ്ട് അതൊന്നും അനുസരിക്കാൻ കഴിയില്ല. തീർച്ചയായും വളരെ വ്യക്തമാണ്. താങ്ക് യു മിനിസ്റ്റർ. കെ രാജു ആണ്, ശ്രീ കെ രാജു ആണ് നമ്മളോട് സംസ്ഥാനത്തിൻ്റെ നിലപാടുകൾ ഒരിക്കൽ കൂടി ആവർത്തിച്ചത്, എടുക്കാൻ പോകുന്ന നടപടികളെ സംബന്ധിച്ചും സൂചിപ്പിച്ചത്. അഡ്വക്കേറ്റ് അഭിലാഷ്, താങ്കൾ ലൈനിലുണ്ടല്ലോ അല്ലേ? അതായത് നീറ്റിൻ്റെ വിഷയത്തിൽ മദ്രാസ് ഹൈക്കോടതി CBSE റിസൾട്ട് ജൂൺ 7 വരെ പബ്ലിഷ് ചെയ്യരുത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവിറക്കി. അതൊരു പക്ഷേ മദ്രാസ് ഹൈക്കോടതിയാണ് ഇറക്കിയതെങ്കിലും അത് രാജ്യത്ത് മുഴുവൻ പ്രാബല്യത്തിൽ വന്നു. കാരണം അതൊരു ദേശീയമായ വിഷയമായതുകൊണ്ട്, ദേശത്തെ മുഴുവൻ ഉള്ളതായതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിൽ കേരള ഹൈക്കോടതി ഒരു നിലപാട് വ്യക്തമാക്കിയാൽ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു നിയമപരമായ ഒരടിസ്ഥാനത്തിലും നിൽക്കുന്നതല്ല എങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ മുഴുവൻ ആ വിധി ബാധകമാകുന്നതിലേക്ക് എത്തില്ലേ? ഒരു സംശയം നിയമപരമായി. അജംഷാദ്, കേരള ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടാണ്.
അവിടെ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് അതിന്റെ ഭരണഘടനാപരമായിട്ടുള്ള സാധുത പരിശോധിക്കുവാനുള്ള അധികാരമുണ്ട്. അജംഷാദ് തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ടാവും, 2-3 വർഷം മുമ്പ് ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 377, അതായത് സ്വവർഗരതി അതൊരു ക്രിമിനൽ കുറ്റമാണോ അല്ലയോ എന്നതിനെ സംബന്ധിച്ച് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്യപ്പെടുകയോ അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഡൽഹി ഹൈക്കോടതി ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 377 ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസസ് അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലായി തീരുകയായിരുന്നു ചെയ്തത്. അപ്പൊ കേരള ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനാ കോടതിയാണ്. അത് ചെയ്യുവാനുള്ള അധികാരം കേരള ഹൈക്കോടതിക്കുണ്ട്. ഏതൊരു സാഹചര്യത്തിൽ ആ ഒരു പെറ്റീഷന്റെ സാഹചര്യവും അതിനകത്ത് കൊടുത്തിരിക്കുന്ന വേർഡിങ്സും അതിനകത്ത് പ്രയറും ഇതെല്ലാം തന്നെ കോടതി പരിശോധിച്ചതിന് ശേഷമേ അങ്ങനെ ഒരു ഓർഡർ പാസ്സാക്കുകയുള്ളൂ. കേരളത്തിൽ ബന്ദ് നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ബന്ധാഹ്വാനത്തിന് ബന്ധാഹ്വാനം രാഷ്ട്രീയ കക്ഷികൾ നൽകാറുണ്ട്, പലയിടത്തും നടത്താറുമുണ്ട്. അപ്പൊ കേരളത്തിലെ ബന്ദ് നിരോധനം ആ രീതിയിൽ പലയിടത്തും ഓപ്പറേഷനിലല്ല. അപ്പൊ ഓരോ കേസും ഇൻഡിവിജ്വലി അതിനകത്തെ പ്രയർ എല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് കോടതി ഓർഡർ പാസ്സാക്കുന്നത്. ഇത് സംബന്ധിച്ച് കോടതി അങ്ങനെ ഒരു ഓർഡർ പാസ്സാക്കി കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രയറോടുകൂടി ഒരു പെറ്റീഷൻ കോടതിയിലേക്ക് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭരണഘടനാ കോടതിയാണ്, ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണ്. ഇന്ത്യയിലെ മറ്റേതൊരു ഹൈക്കോടതിയെയും പോലെ തന്നെ അധികാരമുള്ള കോടതിയാണ് കേരള ഹൈക്കോടതി. അതിന് തീർച്ചയായിട്ടും നേഷൻ വൈഡ് വാലിഡിറ്റി ഉണ്ടാകും എന്നുള്ളതാണ് തീർച്ചയായും. അതായത് സംസ്ഥാനത്തിന്റെ ഈ നീക്കത്തിന് രാജ്യം മുഴുവൻ ബാധ്യത അല്ലെങ്കിൽ ബാധ്യസ്ഥമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഒരു വകുപ്പുണ്ട് എന്നതുകൂടിയാണ് ആ ചോദ്യത്തിന്റെ ഉദ്ദേശം. ഇനി രണ്ടാമത്തെ ചോദ്യം ശ്രീ അഭിലാഷ്, അതായത് ഈ നേരത്തെ ശ്രീ ഭാസുരേന്ദ്ര ബാബു സൂചിപ്പിച്ചു ആധാർ കാർഡുമായി ബന്ധപ്പെട്ട കാര്യം. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ പ്രൈവസി ഇഷ്യൂവിൽ അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ആധാർ കാർഡ് ലിങ്ക് ചെയ്യുന്ന ഒരു രീതി കേന്ദ്ര സർക്കാർ പുലർത്തുകയും ചെയ്യുകയാണ്. അവിടെ തന്നെ സബ്സിഡി അടക്കം, അതായത് അവിടെ തന്നെ ഒരു കോടതിയെ ലംഘിക്കാനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇവിടെ ഭരണഘടനയെ ലംഘിക്കുന്ന നിരവധി കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇതൊരു ടെൻഡൻസിയാണോ? ജംഷാദ്, ബാബു സാറിന്റെ ആ ഒരു കൺസേൺ വളരെയധികം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിയമബോധമുള്ള സാമൂഹിക കാര്യങ്ങളിൽ താല്പര്യം വെച്ച് പുലർത്തുന്ന ഏതൊരു രാഷ്ട്രീയ നിരീക്ഷകനും ഉണ്ടാകാവുന്നതാണ്. ആർട്ടിക്കിൾ ഇപ്പൊ തന്നെ യൂണിഫോം സിവിൽ കോഡിന്റെ പ്രശ്നം, ട്രിപ്പിൾ തലാഖ് പ്രശ്നം, ബീഫ് പ്രശ്നം, ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ ഉയർത്തിക്കൊണ്ട് വരുമ്പോ സംഭവിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ലതെന്ന് കരുതി ചെയ്യുന്ന മറ്റു പല കാര്യങ്ങൾ. എന്റെ ഒരു മാധ്യമ സുഹൃത്ത് 2 ദിവസം മുമ്പ് പറയുകയുണ്ടായി, ആസാമില് സ്ഥാപിച്ച ഇത്രയും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലത്തിനെ കുറിച്ചായിരുന്നു രാഷ്ട്രം ചർച്ച ചെയ്യേണ്ടിയിരുന്നത്, അതിന്റെ വികസന സാധ്യതകളെ കുറിച്ചായിരുന്നു. എന്നാൽ രാഷ്ട്രം മുഴുവൻ ചർച്ച ചെയ്തത് ഈ ബീഫ് പ്രശ്നത്തിനെ കുറിച്ചാണ്. അപ്പോ എന്തെങ്കിലും നല്ലതായിട്ട് സർക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജനങ്ങളുടെ അപ്രീസിയേഷൻ നേടിയെടുക്കുന്നതിന് പകരം അതിനോടൊപ്പം ഇങ്ങനെയുള്ള യാതൊരു രാഷ്ട്രീയ പ്രസക്തിയും ഇല്ലാത്ത കാര്യങ്ങൾ സ്റ്റോക്ക് ചെയ്ത് അത് ആളിക്കത്തിച്ച് അതിൽ നിന്ന് എന്താണ് നേടാൻ സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് തീർച്ചയായിട്ടും ഗൗരവകരമായിട്ടുള്ള ഒരു കൺസേൺ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരിലും നിയമബോധം ഉള്ളവരിലും ഉണ്ടാകും. അത് സ്വാഭാവികം മാത്രമാണ് ജംഷാദ്. അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും അതിൽ എല്ലാം ഉള്ളടങ്ങിയിട്ടുണ്ട് ആ പ്രതികരണത്തിൽ ഒരു നിയമവിദഗ്ധൻ എന്നുള്ള നിലയിൽ. ശ്രീ രാധാകൃഷ്ണ മേനോൻ, അതായത് മിനിസ്റ്റർ അടക്കം ഈ വിഷയത്തിൽ പറഞ്ഞതും പ്രതികരിച്ചതും താങ്കൾ കേട്ടല്ലോ, മറുപടി? അല്ല, ഞാൻ മറുപടി പറയാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ്. അതായത് നേരത്തെ അഡ്വക്കേറ്റ് അഭിലാഷും അങ്ങയും ഒക്കെ പറഞ്ഞപ്പോൾ ഈ ചർച്ചാവേളയിൽ ഈ നിയമത്തെ സംബന്ധിച്ചിട്ട് മാംസം വിൽക്കാൻ വേണ്ടി, നല്ല മാംസം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് പാരിസ്ഥിതിക നിയമം എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ള നിലയിൽ പറഞ്ഞു. ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞതും വിവക്ഷിച്ചതും ഞാൻ പറഞ്ഞു, പരിസ്ഥിതി വകുപ്പ് പരിസ്ഥിതിയുടെ നിയമം കൊണ്ടുവരും, മൃഗസംരക്ഷണ വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ നിയമം കൊണ്ടുവരും. ഓരോ വകുപ്പിന് അതിൻ്റേതായ ഡ്യൂട്ടിയുണ്ട്. ആ നിലയിലാണ് ഞാൻ, അതായത് ഗവൺമെൻറ്റിൻ്റെ പൊതു ഇൻറ്റൻഷനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത്, എനിക്ക് ആ വകുപ്പ് പരിസ്ഥിതി വകുപ്പ് എങ്ങനെയാണ് ഇറച്ചി വെക്കാൻ വേണ്ടി നിയമം ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് അത് അത്ര ബോധമില്ലാതെ സംസാരിക്കുന്നു. പറഞ്ഞത് അതിനുകൂടി മറുപടി പറഞ്ഞോളൂ. സമയപരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ആഡ് ചെയ്യുകയാണ്. ഇല്ല, ഒരിക്കലും പശുവിനെ കൈവിട്ടിട്ടില്ല. അതെ തീർച്ചയായിട്ടും പശുവിനെ ഭാരതീയ ജനതാ പാർട്ടിയോ ഭാരതത്തിൻ്റെ സർക്കാരോ കൈവിട്ടിട്ടില്ല എന്ന് മാത്രമല്ല,
ഗോവധ നിരോധനം അടക്കമുള്ളത് ഇന്ത്യ ഗവൺമെൻറ് നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. 19 സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പാക്കിയത് കോൺഗ്രസ് പാർട്ടിയാണ്. ക്യൂബയിൽ ഇത് നടപ്പാക്കിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ പശുവിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ കാർഷിക വ്യവസ്ഥിതിയിൽ വളരെ വലുതാണ്. ആ കാർഷിക വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ സംരക്ഷിക്കാനും നിലനിർത്താനുമുള്ള ബാധ്യത നമ്മുടെ ഭരണഘടനയിൽ തന്നെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ അതിനോടുള്ള പ്രതിബദ്ധത നിലനിർത്തുന്ന സമീപനമാണ് തീർച്ചയായിട്ടും ഗവൺമെന്റും BJPയും ഈ കാര്യത്തിൽ കൈക്കൊള്ളുന്നത്. പക്ഷേ ഈ നോട്ടിഫിക്കേഷനിൽ പശു വരുന്നുണ്ട്, അതായത് ഈ നോട്ടിഫിക്കേഷനിൽ പശു വരുന്നുണ്ട്, ഈ നോട്ടിഫിക്കേഷനിൽ പശു വരുന്നുണ്ട്, പശു, കാള, പോത്ത്, ഒട്ടകം. അല്ല, അവിടെയാണല്ലോ ഞാൻ പറഞ്ഞത് ഈ നോട്ടിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മൃഗങ്ങളോടുള്ള ക്രൂവൽറ്റി, അതിൻ്റെ മാർക്കറ്റുകളുടെ ശോചനീയാവസ്ഥ, ആ മാർക്കറ്റുകളുടെ നിയന്ത്രണത്തിനുള്ള ഒരു വ്യവസ്ഥ, ഇതൊന്നും നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കാലത്ത് ഇല്ലായിരുന്നല്ലോ. അങ്ങനെ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ഈ മൃഗങ്ങളെ പെരുവഴിയിൽ വെച്ച് കച്ചവടം ചെയ്യുന്നു, അങ്ങോട്ട് മാറ്റി നിർത്തി തലക്കടിച്ചു കൊല്ലുന്നു, എന്നിട്ട് ഇറച്ചി കണ്ടിച്ചു വിൽക്കുന്നു. ഇങ്ങനെയൊക്കെയല്ലേ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത് പല ഭാഗത്തും. നമ്മൾ 60 മുതൽ നിയമമുണ്ട് എന്ന് പറഞ്ഞിട്ട് മാന്യമായ രീതിയിൽ പാലിക്കുന്നുവെങ്കിൽ പശുവിനെ കൊല്ലാമെന്നാണോ? അല്ലല്ല, പശുവിനെ കൊല്ലാം എന്നല്ല പറഞ്ഞു. ഈ ഇന്നത്തെ ഈ ദുരവസ്ഥയ്ക്ക് നിയമത്തിന്റെ കാര്യമാണ് ചൂണ്ടിക്കാട്ടി. ആടും എല്ലാം അടങ്ങുന്ന ജീവികളെ സംബന്ധിച്ച് അല്ല, ഈ എല്ലാ ജീവജാലങ്ങളുടെയും പാരിസ്ഥിതിക പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടുള്ള സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് പരിസ്ഥിതി വകുപ്പ് ഈ നിയമം കൊണ്ടുവന്നത്. അപ്പൊ ഈ പരിസ്ഥിതി വകുപ്പ് കൊണ്ടുവന്ന ഇന്റൻഷനിലാണ് എന്ന് ഏതാ അതിൽ ആടിന്റെയും കോഴിയുടെയും കാര്യം ഈ ഉത്തരവിൽ പറയുന്നില്ലല്ലോ. അല്ല, കന്നുകാലികൾ എന്ന് പറയുന്നതിൽ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നുണ്ട്. കന്നുകാലികൾ എന്ന് പറയുന്ന ഒരു ചെറിയ സംശയം കൂടി സംഗീത് സോം എന്ന BJP MLA ആയിരുന്ന വ്യക്തി ആണ് ഏറ്റവും വലിയ ബീഫ് എക്സ്പോർട്ടർ ഇന്ത്യയിൽ ഉള്ളത്. അങ്ങനെയുള്ളവരെ കുറിച്ചുള്ള താങ്കളുടെ നിലപാട് അവിടൊക്കെ കൃത്യമായിട്ടാണോ, ഈ ക്രൂരതകൾ ഒഴിവാക്കിയിട്ടാണോ ഈ ഇറച്ചി വെട്ടുന്നതും പാക്കറ്റിലാക്കുന്നതും? 70% ഇന്ത്യയാണ് കേട്ടോ. പറഞ്ഞല്ലോ, ഇപ്പോൾ BJP ബീഫ് വിതരണം ചെയ്യുകയോ ബീഫ് കച്ചവടം ചെയ്യുകയോ ചെയ്യുന്ന പാർട്ടിയല്ല. ഇതിനെതിരായി തന്നെ വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ സമീപനമുള്ള പ്രസ്ഥാനമാണ്. പക്ഷേ ഇപ്പോൾ അങ്ങ് നാളെ BJPയിൽ ചേരുകയാണ്, അങ്ങ് ഈ ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ BJP ചേരുന്നതിന് ഈ ബിസിനസ് ഒഴിവാക്കണം എന്നൊരു കണ്ടീഷനൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. ഭാരതീയ ജനതാ പാർട്ടിയുടെ തത്വങ്ങളും നയങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ BJP അതിന് തയ്യാറാണെന്ന് പറയുന്നവർക്ക് ഞങ്ങൾ അംഗത്വം കൊടുക്കാറുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ഇതുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ് രാജേഷ്, നിങ്ങൾ പറഞ്ഞല്ലോ മൃഗങ്ങളെ പരസ്യമായി കൊല്ലുന്നതും പരസ്യമായി പീഡിപ്പിക്കുന്നതിനും എതിരായിട്ടാണ് നിയമം എന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങളത് എന്തുകൊണ്ട് ഉനയിൽ ഈ പശുവിന്റെ പേരിൽ തോലുരിച്ചു എന്ന് പറഞ്ഞ പേരിൽ 4 ദളിത് ചെറുപ്പക്കാരെ പിടിച്ചു കെട്ടിവെച്ച് ചന്തിക്ക് അടിച്ചു പൊട്ടിച്ചതിനെ നിങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ല? നിങ്ങൾ ആൽവാറിലും ഇപ്പോ കൈരളി ടിവിയുടെ അടുത്ത് വെച്ച് കാണിക്കുകയാണ്, അടിച്ച് ഒറീസയിൽ കണ്ണുകൾ അടിച്ച് പൊട്ടിക്കുകയാണ്, ശരീരം മർദ്ദിച്ചൊതുക്കുകയാണ്, ആളുകളെ പച്ചയ്ക്ക് കത്തിക്കുകയാണ്. അപ്പോ മനുഷ്യജീവനേക്കാൾ പ്രധാനം നിങ്ങൾ മൃഗങ്ങളുടെ ജീവന് കാണുന്ന ഒരു സംസ്കാരത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്തത്. ഒറ്റ കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അമിത്ഷായോട് നിങ്ങൾ പറഞ്ഞ നാളെ വരികയല്ലേ, അത് ഞങ്ങളാ ചെയ്തതെന്ന് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നതല്ലേ? ആര് പറഞ്ഞു? നിങ്ങളല്ലേ അടിച്ചു പൊട്ടിച്ചത്, ഉനയിൽ അടിച്ചു പൊട്ടിച്ചത്, ആൽവാറിൽ, മേധക്കിൽ, ഇപ്പൊ ഒറീസയിൽ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ് രാധാകൃഷ്ണൻ, നിങ്ങളുടെ പ്രധാനമന്ത്രി, ഞാൻ ഒറ്റ ചോദ്യം, നിങ്ങളുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞതെന്നറിയോ? പിങ്ക് റവല്യൂഷനെതിരാണ് ഞങ്ങൾ എന്ന് പ്രസംഗിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ ബീഫ് കയറ്റുമതി കുറഞ്ഞോ കൂടിയോ? 17% 3 കൊല്ലത്തിനിടയിൽ നമ്മുടെ കയറ്റുമതി കൂടിയത്. ബീഫിന്റെ ഉൽപാദനവും കയറ്റുമതിയും കൂടിയത്. ബ്രസീലിനൊപ്പം എന്നിട്ടാണ് നിങ്ങൾ ഇവിടെ ബീഫ് ഫെസ്റ്റിവൽ നടത്തുന്നത്. അത് അവിടെയാണ് വൈരുദ്ധ്യം. നിങ്ങൾ ഇവിടെ ബീഫ് ഫെസ്റ്റിവൽ BJP എതിരാണ്, ബീഫ് ഇല്ലാതാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആഘോഷം ഇവിടെ നടത്തിയിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ഞാനൊരു കാര്യം ചെയ്യൂ, നിങ്ങളിപ്പോ അമിത്ഷാ നാളെ ഇങ്ങനെ വരികയല്ലേ, അദ്ദേഹത്തിനോട് പറയണം. സമയം പരിമിതിയായി. ശ്രീ ഭാസുരേന്ദ്ര ബാബു പ്ലീസ് ഒരു 5 സെക്കൻഡ് കൊണ്ട് താങ്കൾ ഇതൊന്ന് ക്രോഡീകരിക്കണം. അതായത് തീർന്നു. അതായത്
അതായത് ശ്രീ ബാസുരേന്ദ്ര ബാബു അതായത് മനുഷ്യനെ അവഗണിക്കുകയും ഈ മൃഗത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നിലപാട്, അതാണ് ഇവിടെ പുറത്തെത്തുന്നതിൽ ഏറ്റവും കൂടുതൽ. 5 സെക്കൻഡ് ഇതിനകത്ത് വളരെ കൃത്യമായി കാണുന്നത് ഈ പശുവിന്റെ കാര്യത്തിൽ വലിയ ബഹളം ഉണ്ടാക്കിയവർ പശുവിനെ കൈയൊഴിയുന്നു ഒരാവശ്യം വരുമ്പോൾ, രാമന്റെ കാര്യത്തിൽ വലിയ ബഹളം ഉണ്ടാക്കിയവർ രാമനെ എന്നേ കൈയൊഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ക്ഷേത്രമൊന്നും വരുന്നില്ല, ഇപ്പൊ പശുവും വേണ്ട, അതൊക്കെ ഇറച്ചിയാവുന്നിട്ട് അവർക്ക് വിഷമമില്ല. ആ അർത്ഥത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി എന്തും ഉപയോഗിക്കാം, ജയിക്കുന്നുണ്ട് ശരിയാണ്, അങ്ങനെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് അവർ നീങ്ങുന്നു. അങ്ങനെ നീങ്ങുമ്പം ഇപ്പൊ വന്നിരിക്കുന്ന ഒരു പുതിയ പ്രതിഭാസം അങ്ങനെ അല്ലാത്ത സർക്കാരുകൾ ഒന്നിക്കുമോ എന്നുള്ളതാണ് കാര്യം. ഗോവ ഇവർ ഭരിക്കുന്നതാണ്, അതുമാതിരി തന്നെ ഗോവ ഇപ്പൊ എതിർത്തിരിക്കുന്നതിന്, കേരളം അതുമാതിരി തന്നെ കർണാടകം, പിന്നെ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ സ്റ്റേറ്റ്സ്, ബംഗാൾ. അപ്പൊ ഈ നിലയ്ക്ക് അത്തരം സംസ്ഥാനങ്ങളെ തീർച്ചയായും രാമനെയും പശുവിനെയും ഒക്കെ കൈയൊഴിഞ്ഞു. പക്ഷേ വോട്ട് മാത്രം വേണം. പല നാൾ കള്ളം ഒരു നാൾ പിടിക്കപ്പെടും. പക്ഷേ പിടിക്കപ്പെടുവാനായി എല്ലാവരും വിരുദ്ധ ചേരികൾ ഒന്നിക്കുമോ എന്നതാണ് രാഷ്ട്രീയ ക്വസ്റ്റ്യനായി അദ്ദേഹം മുമ്പോട്ട് വെച്ചത്. തീർച്ചയായും ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ